ഞാനില്ലാത്ത കഴിഞ്ഞ 7 വർഷങ്ങൾ അംബിക പ്രതാപവർമ്മയോട് രഹസ്യമായി നടത്തുന്ന എല്ലാ യുദ്ധങ്ങളും എനിക്ക് മനസ്സിലാവും. അയാളുടെ ദാമ്പത്യ ജീവിതം പണ്ടേ അംബിക തകർത്ത് കളഞ്ഞില്ലേ? ഇനി അയാളോട് എന്താ ചെയ്യാൻ പോകുന്നതെന്നും എനിക്ക് നന്നായിട്ടറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടി നമുക്ക് നടുവിലൊരു പാലമിട്ടാലോ? അംബിക എന്തു പറയും? ഇത് ചില തെരുവുനായ്ക്കളെ പോലെയാണല്ലോ. പരസ്പരം ചീറി അഴുക്കണ കണ്ട ഇപ്പൊ കടിച്ചീറെന്ന് തോന്നും. പക്ഷെ കണ്ടുമുട്ടിയ പിന്നെന്തെങ്കിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് കാണിച്ച് കമ്പനിയാവും. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും ആ ലക്ഷ്യവുമായി ഞാൻ മുന്നോട്ട് പോവുകയും അത് നടപ്പാക്കുകയും ചെയ്യും. എന്റെയും അംബികയുടെയും ലക്ഷ്യം ഒന്നായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്നാൽ കൊള്ളാമെന്നുണ്ട്. അംബിക എന്തു പറയും? ഞാനൊരു ഡീല് വെക്കാം. അംബികയ്ക്കും കൂടി സ്വീകാര്യമായ ഒരു ഡീല്. എന്താ? കേൾക്കട്ടെ. അതിനു മുമ്പ് അംബിക എന്നോടൊപ്പം ഉറച്ചു നിൽക്കാൻ തയ്യാറാണോ എന്നാണ് എനിക്കറിയേണ്ടത്. ആദ്യം ഡീൽ എന്താന്ന് കേക്കട്ടെ. മുഖ്യ അജണ്ട പ്രതാപവർമ്മ ഇനി അധികാര കസേരയിൽ ഇരിക്കാൻ പാടില്ല. അവനെ ഏത് വിധേനയും ആ കസേരയിൽ നിന്ന് താഴെ ഇറക്കണം. പകരം തനിക്ക് ആ കസേരയിൽ ഇരിക്കണം. No, never. പിന്നെ എനിക്ക് ആ വക ഭരണത്തിലൊന്നും ഒരുവിധ താല്പര്യവും ഇല്ല അംബികെ. അതൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോ അത്തരം മോഹങ്ങളൊന്നും എനിക്കില്ല. അപ്പോൾ അംബിക ചോദിക്കാം, എന്റെ മക്കളെ അധികാര കസേരയിൽ കയറ്റിയിരുത്തി വാഴിക്കാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന്. അതും ഇല്ല. കാരണം എന്റെ മക്കൾക്ക് കേരള പൊളിറ്റിക്സിൽ മാത്രമല്ല ഇന്ത്യൻ പൊളിറ്റിക്സിൽ പോലും തീരെ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ പിന്നെ പ്രതാപനെ ഭരണത്തിൽ നിന്ന് ഇറക്കിയ ആരായിരിക്കണം ആ കസേരയിൽ ഇരിക്കേണ്ടത്?